ബിസ്മില്ലാ. You can. ഹലോ, 3 ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടീനി, ഞങ്ങൾ നോക്കല്ലേ. എല്ലാവർക്കും സ്വസ്വാഗതം. അതെങ്ങനെ മുടി കണ്ടേനി താത്തേന്നാ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ. എന്നെ പോലെ പിമ്പിൾസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓല് മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കാണണം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു സാമ്രാജ്യത്തിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ താത്തനെ ചോദിച്ച് എന്തോ ഒരു വെറൈറ്റി ആയിട്ട് പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ തന്നെ നമ്മളതായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ വെൽക്കം ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കിയത്. ഏത് സാമ്രാജ്യത്തിലേക്ക് സ്വസ്വാഗതം എന്നുള്ളത്. അപ്പം ഞാൻ അധികം പറഞ്ഞ് ബോർഡടിപ്പിക്കില്ല, നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു 3 to 4 days മുമ്പ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാപ്ഷൻ കൊടുത്തതിന് എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ ലോനെക്കാട്ടും അടിപൊളി നമ്മളെ UAE ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു കമന്റ് വന്നു, അത്ര അടിപൊളി ലോ ആണെങ്കിൽ അവിടെ കുറ്റിയും പറക്കി നിന്ന് ഇങ്ങോട്ടേക്ക് പോരണ്ട പറഞ്ഞിട്ട്, അത്രയും ഭാരമുള്ളതാണെങ്കിൽ അവിടെ ഇറക്കി വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിരുന്നു. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ കേരളത്തിൽ നമുക്ക് രാത്രി നല്ലോണം ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റുമോ? കുറെ വീഡിയോസ് ഞാൻ കണ്ടിരിക്കണേ, പോയിട്ട് പ്രശ്നമായി, അതായതായി മറ്റായി മറിച്ചായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ രാത്രി വേണമെങ്കിൽ ഇറങ്ങി നടക്കാം. ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ അത്രയും സേഫ് ആണെന്നൊന്നും പറയില്ല. ഒരു കൺട്രീസിലും നമ്മൾ സേഫ് ആയിരിക്കില്ല. പക്ഷെ കമ്പയർ ടു കേരള എനിക്ക് ഇവിടെയാണ് സേഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്റെ മെയിൻ ഈ ഒരു ഓയിൽമെന്റ് നിങ്ങൾ പരിചയപ്പെടുത്തിയതാണെന്ന്. ഇത് എന്തിനുള്ള വെച്ചാൽ നമ്മൾ പിമ്പിൾസ് പോകാനുള്ള. ഞാൻ നാട്ടിലായിരിക്കുമ്പോ ഞാൻ ഈ ആര്യവേപ്പിന്റെ ഇല അത് അരിച്ചിട്ട് ഇനി ഞാൻ യൂസ് ആക്കല്. അത് പിമ്പിൾസിന് ഒരു അടിപൊളി സാധനം കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടറെ കണ്ടു. കാരണം ഇവിടെ ആര്യവേപ്പ് വാങ്ങാതിരിക്കുക അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ ഞാൻ ഒരു ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു എന്റെ ഫേസിൽ ഇങ്ങനെ പിമ്പിൾസ് വരും, എന്താ ഞാൻ ചെയ്യാ വെച്ചു. അപ്പം ആ ഡോക്ടർ എനിക്ക് എഴുതി തന്നിട്ടുള്ള ഒരു ഓയിൽമെന്റ് ആണ് ഇത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ യൂസ് ചെയ്തു. അത് കംപ്ലീറ്റ് തീർന്ന് ഇപ്പൊ ദാ 2ാമത്തെ ബോട്ടിലാ. പിന്നെ ഇത് ഞാൻ ഇനി തുടങ്ങണം. ഇതിലെങ്കിൽ കുറച്ചുകൂടെയും കിട്ടും. ഇത് ഫുള്ള് ഞാൻ തീർത്തതിന് ശേഷം ഈ ബോട്ടിൽ നമുക്ക് പോകുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്റെ ഫേസിൽ വരുന്ന പിമ്പിൾസ് നല്ല കുറവാ. അതിന്റെ മുഖത്ത് നല്ല ഉണ്ടാവണ്ടേനി. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യാ വെച്ചാൽ ഇതിന്റെ പേര് ഞാൻ ഇവിടെ ഇടയിലും കൊടുക്കാം കേട്ടോ. ഇതെങ്ങനെ യൂസ് ചെയ്യാ വെച്ചാൽ നമ്മൾ നൈറ്റ് കടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസിൽ മൊത്തമായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കടുക്കുക, രാവിലെ എണീച്ച് കഴുകി കളയാം. ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ പിമ്പിൾസ് വരുന്നതിന് നല്ല കുറവായിരിക്കും. എനിക്ക് ഞാൻ കുറേ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ഓയിൽമെന്റാണ്. അപ്പം ഈ ഒരു ജെല്ല് അത്ര അടിപൊളിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫേസിൽ പിമ്പിൾസ് ഉണ്ടായി കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൽക്കൊന്ന് സെൻഡ് ആക്കി കൊടുക്കും കേട്ടോ. കാരണം അത്രയും നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങൾ വാങ്ങിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഈ ബൾബ് കത്തിക്കുന്ന പിമ്പിൾസ് മേലൊക്കെ ആയിട്ട് പറ്റി കൊടുക്കുക. നമുക്ക് രാവിലെ ആകുമ്പോൾ ഫുൾ കംപ്ലീറ്റ് പോകുന്നല്ല, നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം. യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ പിമ്പിൾസ് ഒക്കെ പോകും. ഇതിന്റെ ഇവിടെയും ആയിട്ട് കുറെ പിമ്പിൾസ് ഉണ്ട്. പിന്നെ ഈ പിമ്പിൾസ് വന്നിട്ട് പോകുമ്പോൾ ഒരു ബ്ലാക്ക് ഇതില്ലേ, ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഓരോ അടയാളങ്ങൾ വരൂലേ, അത് എനിക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.